ബംഗളൂരു സബർബൻ റെയിൽ പദ്ധതി 2028 ഡിസംബറോടെ യാഥാർത്ഥ്യമാക്കുമെന്ന് കർണാടക ലിമിറ്റഡ് റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു. മണി കൺട്രോളിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആദ്യഘട്ടത്തിൽ ബൈപ്പനഹള്ളി ചിക്കബാനവാര വഴിയുള്ള 27 കിലോമീറ്റർ പാത പൂർണ്ണമായോ അല്ലെങ്കിൽ ഇതിലെ ചിക്കബാനവാര യശ്വന്ത്പൂർ പാതയോ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. സബർബൻ റെയിൽവേ കൂടാതെ മെട്രോ, റെയിൽവേ, BMTC ബസ് സർവീസുകൾ എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നഗരത്തിലെ പ്രധാന മെട്രോ നിർമ്മാണത്തെ സബർബൻ റെയിൽവേ പ്രവർത്തികൾ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ട്രെയിൻ സർവീസുകൾ സജീവമായ റെയിൽപാതകൾക്ക് തൊട്ടരികിലൂടെ നിർമ്മാണം നടത്തേണ്ടി വരുന്നതിനാലുള്ള കടുത്ത സുരക്ഷാ മുൻകരുതലുകളാണ് ഇതിന് കാരണം. മെട്രോ നിർമ്മാണം പോലെ വിവിധ സ്ഥലങ്ങളിൽ ഒരേ സമയം ജോലി ചെയ്യാൻ ഇവിടെ സാധിക്കില്ല. നിലവിൽ 148 കിലോമീറ്റർ ശൃംഖലയിലെ കോറിഡോർ 2, കോറിഡോർ 4 എന്നിവയിലായി 70 കിലോമീറ്ററോളം ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പദ്ധതിയിലെ പ്രധാന പാതകളുടെ നിലവിലെ സ്ഥിതിയും അദ്ദേഹം വ്യക്തമാക്കി. കോറിഡോർ 2, കോറിഡോർ 4 എന്നിവയ്ക്കാവശ്യമായ പ്രധാന ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി. ഫ്ലൈ ഓവറുകൾക്കും റെയിൽ ഓവർ ബ്രിഡ്ജുകൾക്കുമുള്ള ഭൂമി മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. 46 കിലോമീറ്റർ നീളമുള്ള കോറിഡോർ 4ലെ 4 സിവിൽ പാക്കേജുകളിൽ 2 എണ്ണം ടെൻഡർ ചെയ്തു കഴിഞ്ഞു. ബാക്കി 2 എണ്ണം അടുത്ത മാസം പകുതിയോടെ ടെൻഡർ ചെയ്യും. കോറിഡോർ 2ലെ 3 സിവിൽ പാക്കേജുകളിൽ 2 എണ്ണം അനുവദിച്ചു. മൂന്നാമത്തേതിന്റെ ടെൻഡർ നടപടികൾ ജൂലൈ ആദ്യ ആഴ്ച തന്നെ പൂർത്തിയാകും. ഈ 2 കോറിഡോറുകളിലെയും എല്ലാ സ്റ്റേഷനുകളുടെയും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലേക്കുള്ള കോറിഡോർ 1, കോറിഡോർ 3 എന്നിവയ്ക്ക് ഇന്ത്യൻ റെയിൽവേ അലൈൻമെന്റ് അംഗീകാരം നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ഭൂമി നിർണ്ണയിക്കാനുള്ള സർവേ പുരോഗമിക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെയോ അടുത്ത വർഷം ആദ്യവാരത്തോടെയോ ഇതിനാവശ്യമായ ഭൂമി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കെങ്കേരി വൈറ്റ്ഫീൽഡ് പാത ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഘട്ടങ്ങളായാണ് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ പാതയിലെ ബംഗളൂരു കന്റോൺമെന്റ് വൈറ്റ്ഫീൽഡ് സെക്ഷനിലെ റെയിൽവേയുടെ 4 വരി പാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ട്രെയിനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. 1983 നിർദ്ദേശിക്കപ്പെട്ട പദ്ധതിക്ക് 2020 കേന്ദ്രാനുമതി ലഭിച്ചത്. തുടർന്ന് 2022 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടു. 2026 പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്ന പദ്ധതി പിന്നീട് വൈകുകയായിരുന്നു. 2025 ഡിസംബറിൽ ലക്ഷ്മൺ സിംഗ് കെയറൈറ്റ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റ ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൈവന്നത്. IT നഗരമായ ബംഗളൂരുവിന്റെ ഗതാഗത മേഖലയ്ക്ക് കരുത്തു പകരാനുള്ള വമ്പൻ പദ്ധതികളിലൊന്നായ സബർബൻ റെയിൽവേ ശൃംഖലയിൽ സുരക്ഷ ശക്തമാക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപകമായി സിഗ്നലിംഗ് സംവിധാനം സജ്ജമാക്കാൻ സാധ്യതയുണ്ട്. ബംഗളൂരു സബർബൻ റെയിൽ പദ്ധതിക്ക് യൂറോപ്യൻ ട്രെയിൻ നിയന്ത്രണ സംവിധാനം സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് കർണാടക റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനി വ്യക്തമാക്കി. സബർബൻ റെയിൽ ശൃംഖല ബംഗളൂരു നഗരത്തിന്റെ പരിധിക്കപ്പുറം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ETCS സംവിധാനം സജ്ജമാക്കാനുള്ള ആലോചന നടക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ട്രെയിൻ കൺട്രോൾ സിഗ്നലിംഗ് സംവിധാനമാണ് സബർബൻ റെയിൽ പദ്ധതിക്കായി ആദ്യം നിർദ്ദേശിച്ചത്. 148 കിലോമീറ്റർ വരുന്ന ബംഗളൂരു സബർബൻ റെയിൽ ശൃംഖല നടപ്പിലാക്കുന്ന കർണാടക റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനി ഭാവിയിലെ വിപുലീകരണവും ബംഗളൂരു നഗരപരിധിക്കപ്പുറം അതിവേഗ സർവീസുകൾ നടത്താനുള്ള സാധ്യതയും കണക്കിലെടുത്ത് ETCS പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 4 സബർബൻ റെയിൽ ETCS പദ്ധതികൾ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് കെയറൈറ്റ് മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു. ഉയർന്ന വേഗതയുള്ള ട്രെയിൻ പ്രവർത്തനങ്ങൾക്ക് ETCS കൂടുതൽ അനുയോജ്യമാണ്. നെറ്റ്വർക്ക് ദീർഘദൂര ഉയർന്ന വേഗതയുള്ള ഇടനാഴികളിലേക്ക് വികസിക്കുമ്പോൾ CBTC അനുയോജ്യമല്ല. ഒരു വലിയ നെറ്റ്വർക്കിനുള്ളിലെ ഒന്നിലധികം ഇടനാഴികൾക്കിടയിലുള്ള പരസ്പര പ്രവർത്തനക്ഷമതയ്ക്കും CBTC അനുയോജ്യമല്ല. അതിനാൽ സിഗ്നലിംഗ് സംവിധാനം ETCSനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. മണിക്കൂറിൽ 200 മുതൽ 250 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ സഹായിക്കുമെന്ന് കെയറൈറ്റ് മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു. ബംഗളൂരു മെട്രോയുടെ യെല്ലോ ലൈനിൽ വിന്യസിച്ചിരുന്ന സംവിധാനത്തിന് സമാനമായ CBTC സിഗ്നലിംഗ് സംവിധാനമാണ് സബർബൻ റെയിൽ പദ്ധതിയുടെ DPR ആദ്യം നിർദ്ദേശിച്ചത്. പിങ്ക്, ബ്ലൂ ലൈനുകൾ ഉൾപ്പെടെയുള്ള വരാനിരിക്കുന്ന ഇടനാഴികൾക്കായി പദ്ധതിയിടുന്നുണ്ട്. 82 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഡൽഹി ഗാസിയാബാദ് മീററ്റ് നമോ ഭാരത് ഇടനാഴിയിൽ യൂറോപ്യൻ ട്രെയിൻ നിയന്ത്രണ സംവിധാനം ലെവൽ 2 സിഗ്നലിംഗ് പ്രവർത്തനക്ഷമമാണ്. 508 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്കും ഈ സാങ്കേതികവിദ്യ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.